കല്യാണം. ഹലോ. സമീറ പറടാ. നീ എവിടെ? ഞാൻ എന്താ വീട്ടിലുണ്ട്. എടാ നിന്റെ മറ്റേ വെള്ള ഷൂ ഇല്ലേ? അതെനിക്ക് വേണടാ. എനിക്ക് കല്യാണം നാളെ. എനിക്ക് പോകാൻ വേണ്ടിട്ടാ. അതിനെന്താ, നീ വീട്ടിലേക്ക് പോരെ, ഞാൻ അവിടെ ഉണ്ട്. ആ ഷൂ തരാട്ടാ. ആടാ, ഓക്കെ ഓക്കെ, ശരി ശരി. ഓ സമാധാനായി. ഓ ഷൂവും കിട്ടി. അതെ, നീ ഇവിടെ എന്ത് ചെയ്യണ്? ഉച്ചക്കലത്തെ ഭക്ഷണം റെഡിയായാ? ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തെ തുണിയാ, മനുഷ്യൻ തിരുമ്പി മതിയായി. ഇതൊന്ന് തോരയിട്ടാ കഴിഞ്ഞ്. ഇപ്പൊ വരാം. അല്ല അതൊക്കെ പോട്ടെ, ഷമീർ അവിടെ ഇന്ന് കാലത്തോട്ട് കണ്ടില്ലല്ലോ. അവൻ എവിടെ പോകാനാ? അവൻ അവന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എവിടേക്കും പോയതാവും. നീയാണ് അവനെ കൊഞ്ചിച്ച് വഷളാക്കണത്. ഇത്രത്തോളം ആയില്ലേ, നല്ല പഠിപ്പൊക്കെ ഉണ്ടല്ലോ. ഞാൻ പണിക്കല്ല ജോലിക്കൊക്കെ ഇന്റർവ്യൂവിൽ എന്തിനൊക്കെ പോകാൻ പറയും. ഇപ്പൊ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ ജോലി ചെയ്തൊക്കെ മൊബൈലിൽ തന്നെ അടിച്ചു കൊടുത്ത് കിട്ടുമല്ലോ. ഓരോ ഭാഗത്തേക്ക് വലിയ വലിയ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്ന ഓരോ പിള്ളേർ പോകണം. ഇവരെ നീ ഭക്ഷണം കൊടുത്ത് ചെല്ലാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുത്തിയോ. ഒരു പണിക്കും പറഞ്ഞേക്കണ്ട. നിങ്ങൾ ഇനി അവനെ പറ്റിയിട്ട് ഓരോ കുറ്റങ്ങൾ പറയാൻ നിൽക്കണ്ട. അവന് പണി ഉണ്ടായിട്ട് പോകാണ്ടൊന്നുമല്ലല്ലോ, പണി ഇല്ലാണ്ടല്ലേ. പണി ഉണ്ടാകുമ്പോഴൊക്കെ അവൻ പോകും. ഇനി അവൻ്റെ മുന്നിൽ ഇങ്ങനെ ഓരോന്ന് കിടികിടിന്ന് പറയാൻ നിൽക്കണ്ട കേട്ടാ. നിങ്ങൾ വരി, ചോറെടുത്ത് വെക്കാം. ഇക്ക വന്നിട്ടുണ്ടല്ലോ. വണ്ടി ഇരിക്കണ്ടല്ലോ ഇവിടെ. വണ്ടി നാളെ കിട്ടാണാവോ? ചോദിച്ചോട്ടെ, തരുവാണാവോ? തെന്നാ മതിയായിരുന്നു. തെന്നാ കല്യാണം അടിപൊളിയാക്കായിരുന്നു. അതിനെ കാണുന്നുണ്ട് നിൽക്കായിരുന്നു. എന്താണാവോ? നാളെ ഒരു കല്യാണം ഉണ്ട്. നിന്റെ വണ്ടി ഒന്ന് തരുമോ? തരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വരാച്ചിട്ടാ. വണ്ടിയാ? വണ്ടിയൊന്നും തരാൻ പറ്റില്ല. അതേ, ഞാൻ പൊന്നും പോലെ നോക്കണ വണ്ടിയാ. നീ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വല്ല സ്ക്രാച്ച് ആക്കുക, അവരെ വീഴ്ത്തിയിടുകയാണെങ്കിലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നീ വേറെ എന്തെങ്കിലും ചോദിച്ചോ, വണ്ടി എൻ്റെ അടുത്ത് ചോദിക്കണ്ട. ഉപ്പ വന്നാ ഞാൻ അന്വേഷിക്കായിരുന്നു നിന്നെ ഉമ്മാടെ അടുത്ത്. ഞാൻ ആ റഷ്യൻ്റെ വീട്ടിലുണ്ടായിരുന്നുപ്പാ. ഞാൻ നാളെ കല്യാണം ആയതുകൊണ്ടേ ഷൂ മേടിക്കാൻ പോയതായിരുന്നു. കല്യാണോ? ഞാൻ അറിയാത്ത കല്യാണം? അതാരുടെ കല്യാണോ? അതെൻ്റെ കൂട്ടുകാരുടെ ഇക്കടെ കല്യാണമാണ് ഇപ്പാ. എല്ലാവരും പോകുന്നുണ്ട്. നാളെ ഞാനും പോകാൻ വെച്ചിട്ടാണ് ഇപ്പാ. കല്യാണം പറഞ്ഞ് നിങ്ങൾ നടന്നോ? എന്തേ? അല്ലപ്പാ, ഉപ്പാടെ വീട്ടിൽ 500 ഉറുപ്പിക ഉണ്ടാവോ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ടാ? 500? പഠിക്കുക കൂലിക്കുക ഒന്നിനും പോകണില്ല. എല്ലാ കാര്യങ്ങളും നോക്കണം ഞാൻ കുടുംബത്തോടെ. ഇനി എനിക്ക് കല്യാണത്തിന് 500 തന്നിട്ട് ഞാൻ പറഞ്ഞയക്കണം അല്ലേ? നന്നായി. എൻ്റെ അടുത്തൊന്നും ഇല്ല പൈസ. ഇവിടെ ഇരിക്കണ്ട. എന്താ മോനെ, നീ എപ്പോൾ പോയതാ? നീ വല്ലതും കഴിച്ചാ? എനിക്ക് ഒന്ന് കഴിക്കുക, ഭക്ഷണം കഴിക്കാൻ. എനിക്ക് അല്ല, എന്താ മോനക്കൊരു വിഷമം പോലെ? എന്താ പറ്റി എൻ്റെ മോനക്ക്? നാളെ കൂട്ടുകാരൻ്റെ ഇക്കടെ കല്യാണമെന്ന്. പൈസയാണെങ്കിൽ ഇല്ല. ഞാൻ ഉപ്പാട് ചോദിച്ചപ്പോൾ ഉപ്പ ഇല്ലാന്ന് പറഞ്ഞു. ഉമ്മാടെ കയ്യിൽ പൈസ എങ്ങനെ ഇരിക്കണ്ട? ഉമ്മാൻ്റെ കയ്യിൽ ഏത് മോനെ പൈസ? ഇപ്പോൾ എല്ലാം കൂടി തന്നാലല്ലേ ഉണ്ടാകുക. എനിക്കിപ്പോൾ എന്തെങ്കിലും പണിയും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാട് ഉപ്പാടെയും ചോദിക്കോ? പണി ശരിയാവാത്തോണ്ടല്ലേ അമ്മ. എൻ്റെ മോൻ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. അതെ, ഞാൻ എന്തെങ്കിലും അടുപ്പിലുണ്ടോയെന്ന് നോക്കട്ടെ. അവനവിടെ പോയി. ഫാസിലിനോടും ചോദിച്ചേക്കാം 500 ഉറുപ്പിക ഉണ്ടോന്ന്. ഉണ്ടെങ്കിലോ? നീ ഇവിടെ ഇരിക്കുക. ഉപ്പാ, നീ കല്യാണത്തിന് പോവുകയാണെങ്കിൽ നീ കാശില്ലാണ്ട് കല്യാണത്തിന് പോകാണ്ടിരിക്കണ്ട. കല്യാണത്തിന് പോക്കൊന്നോ. പിന്നെ പൈസ തന്ന കാര്യം ഉമ്മ അറിയണ്ട കേട്ടാ. പൈസ കിട്ടി, സമാധാനായി. ഈ പാൻറ് കല്യാണത്തിന് ഇടാം. ഇത് തലേദിവസം നമുക്ക് ഇടാം. 2 മണി മതി. പാൻറ്റിന് മാച്ചായ ഷർട്ട് ഇനിയിപ്പോൾ ഏതാണോ? മോനെ. അമ്മ. മോനെ, എന്നാ ഇതിൽ 2000 ഉറുപ്പിക ഉണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്. മോൻ എന്താ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? അത് വാങ്ങിക്കൊടുത്തതിന് മോൻ്റെ ചിലവിനും വെച്ചോ. എൻ്റെ മോൻ പാടിയിരിക്കുന്നത് ഉമ്മക്ക് കാണാൻ പറ്റില്ല മോനെ. എൻ്റെ മോൻ ഒരിക്കലും മോൻ പാടരുത്. പോയിട്ട് വാ. പറയണ്ട കേട്ടോ, അത് ഉമ്മ തന്ന പൈസ. ഇപ്പോഴാണ് നമുക്ക് കുറച്ച് സമാധാനമായത്.
എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും, എൻ്റെ കയ്യിൽ മാത്രം പൈസ ഉണ്ടാവില്ല. പോകണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ പൈസയൊക്കെ ആയില്ല, എന്തെങ്കിലും പോവുക, നല്ലൊരു ഗിഫ്റ്റ് തന്നെ മേടിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. പോയിട്ട് വാ മോനെ, ഇതൊക്കെ അല്ലേ സന്തോഷം. അതെ, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാ ഉമ്മാലും തേച്ച് തരണം ഡ്രസ്സുകൾ. ആ ഡ്രസ്സ് തയ്ക്കുന്നുണ്ടമ്മ, ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ ഞാൻ പോയി വേഗം കുളിക്കട്ടമ്മ. ഇന്ന് പോയി കുളിച്ചരുമ്പോ പുറപ്പെടിട്ടാ. ആ നീ എന്തായി കല്യാണത്തിന് ഇറങ്ങായ്യാ? ആ ഇറങ്ങാൻ നിൽക്കുന്നു. എന്തായാലും നീ സന്തോഷത്തിൽ കല്യാണത്തിന് പോകാൻ നിൽക്കുകയല്ലേ, പിന്നെ ആദ്യമായിട്ട് ചോദിച്ചല്ലേ വണ്ടിയൊക്കെ. എന്നാൽ വണ്ടിയുടെ ചാവി ഞാൻ എടുത്തോ. പിന്നെ ഞാൻ 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം, അതിലോ ടാങ്കിൽ പെട്രോൾ അടിച്ചോ കേട്ടാ. ഇപ്പം കല്യാണം കളറാവും.